Hello everyone, this is Basil. Welcome to I Plus Training Solutions. നമ്മൾ കാത്തിരുന്ന ഫെഡറൽ ബാങ്ക് എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. എല്ലാവരും കമന്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു, അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എക്സാം എന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം വരാൻ പോകുന്നത് ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ് എന്നുള്ള കാര്യം. സോ നമുക്ക് എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഗൂഗിളിന്റെ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീൻ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫെഡറൽ ബാങ്ക് എന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക. ഫെഡറൽ ബാങ്ക് .in എന്ന് അടിച്ചു കൊടുക്കുമ്പം നമുക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ കിട്ടുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഡയറക്റ്റ് എൻട്രിയിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് അവിടെ കിട്ടും. ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും അവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ അവരുടെ ഒരു ആഡ് വരും. ആൻഡ് ഇവിടെ നമുക്ക് കരിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഈ കരിയർ എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ അവരുടെ കരിയർ ഹണ്ടിങ്ങിലാണ് നമ്മൾ ഈ പോയിരിക്കുന്നത്, നമുക്ക് ജോലി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സോ കരിയർ ഹണ്ട് എന്ന് പറയുന്ന പാറ്റേണിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങളുടെ മുൻപിൽ ഇപ്പൊ തെളിയുന്നത്. ഇവിടെ ജോയിൻ അവർ ടീം എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട്. ഈ ജോയിൻ അവർ ടീമിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ജോയിൻ അവർ ടീം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന എക്സാമിനേഷൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണും. അതായത് ഫെഡറൽ ബാങ്ക് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെ പേര് കാണും. ക്ലോസ്ഡ് ആണ് ഡേറ്റ് എന്നുള്ള ഓൾറെഡി കാണും. കാരണം ഓൾറെഡി നമ്മളുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തു, എക്സാം വന്നല്ലോ. ആൻഡ് അവിടെ നമുക്ക് ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ID നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പം നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അത് എടുത്തതിന് ശേഷം അത് പ്രിന്റ് എടുത്ത് വെക്കുക ആൻഡ് അത് സൂക്ഷിച്ചു വെക്കുക. നമ്മൾ ആധാർ കാർഡും നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് എക്സാമിനേഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് 15 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും, 15 ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും, 15 ചോദ്യങ്ങൾ മാത്തിൽ നിന്നും, 15 ചോദ്യങ്ങൾ റീസണിൽ നിന്നും ഉണ്ടാകും. അതായത് ടോട്ടലി നിങ്ങൾക്ക് 60 ചോദ്യങ്ങളും 60 മിനിറ്റ് ആണ്. അതായത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് ടൈം ഉണ്ട്. സോ 1 അവർ കൊണ്ട് നിങ്ങളുടെ എക്സാം ടൈം കഴിയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ്റെ ടൈം, അവർ റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ എക്സാം സെൻറ്റേഴ്സ് എവിടെയാണ് എന്നുള്ളത് ഗൂഗിൾ മാപ്പിലൊക്കെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ ഗൂഗിൾ മാപ്പ് നമുക്ക് പല രീതിയിൽ നമ്മൾ പല വഴിയിലേക്ക് എല്ലാം കറക്കി വിടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ ബാക്കിലെ വഴിയൊക്കെ ആയിരിക്കും അവിടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ ബാക്ക് ഡോർ അടച്ചിട്ടേക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും തിരിഞ്ഞു പോകുമ്പോഴേക്കും എക്സാമിൻ്റെ ടൈം കഴിഞ്ഞു പോകും. 1 മിനിറ്റെങ്കിലും നമ്മൾ വൈകി കഴിഞ്ഞാൽ പിന്നീട് അവർ എക്സാം സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യില്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പേനകളും നിങ്ങളുടെ കാർഡ്സ്, ദെൻ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IDs, ഫോട്ടോഗ്രാഫ്സ് എല്ലാം നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് കയ്യിൽ സൂക്ഷിക്കാൻ മറക്കരുത്. അത് എടുത്തു വെക്കണം. ഓൺലൈനായിട്ട് അവർ നോക്കില്ല. ഈ പറയുന്ന പ്രിൻ്റ് ഔട്ട് തന്നെ അവർക്ക് വേണം എന്നുള്ള കാര്യം അവർ ആവശ്യപ്പെടും. സോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അവസാനമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ആൻഡ് നന്നായി പെർഫോം ചെയ്യുക. ബെസ്റ്റ് വിഷസ്.